ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ ട്രീസറൊക്കെ പുറത്തിറങ്ങി. ലാലേട്ടന്റെ കിടിലൻ ട്രീസറായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം എന്തോ രണ്ടും കൽപ്പിച്ച് വരുന്ന പോലെയൊക്കെയാണ് ലാലേട്ടന്റെ ട്രീസർ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾക്ക് പ്രഡിക്ഷൻ ഒന്നുമില്ല. ആര് വരും, ആര് മത്സരിക്കും ഒന്നും നമുക്കറിയത്തില്ല. പ്രഡിക്ഷൻസ് ഇല്ല. പക്ഷെ നമുക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. വേറൊന്നുമല്ല, സീസൺ 6, സീസൺ 5, സീസൺ 4 അങ്ങനെ പുറകോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സീസണാണ് ബാക്കി എല്ലാ സീസണുകളും. വേറൊന്നുമല്ല, ഒന്നുകിൽ ആർക്കെങ്കിലും പ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് പ്രൈസ് കൊടുക്കാൻ പറ്റാതാവുമ്പോൾ ചെയ്യുന്ന കലാപരിപാടികളൊക്കെ ബിഗ് ബോസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പലർക്കും അറ്റാക്ക് വന്നു, പലരും ഫാമിലിയുമായിട്ട് സംസാരിക്കുന്നു, പിന്നെ കുറെ പേര് കൺസെഷൻ റൂമിന്റെ അകത്ത് പോയിരുന്നോണ്ട് കൂട്ടുകാരെല്ലാം കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നു, കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുന്നു. ഇതൊക്കെ പുതുമയായിരുന്നു ബിഗ് ബോസിൽ. ഈ കേരളത്തിലെ മലയാളത്തിൽ മാത്രമുള്ള ഈ പുതുമ കണ്ടത്. അതായത് ഒരാളെ സമാധാനിപ്പിക്കാൻ വേറൊരാൾ പോയിരിക്കുന്നു, വേറൊരാളെ സമാധാനിപ്പിക്കാൻ രണ്ടുപേരെ സമാധാനിപ്പിക്കാൻ വേറൊരാൾ പോകുന്നു, വീട്ടിൽ നിന്ന് പലരും ഫോൺ ചെയ്യുന്നു, അതുപോലെ ഇങ്ങോട്ടും അടികള്, ഒരാളെ അടിക്കുന്നു. ഇതൊക്കെയായിരുന്നു ബിഗ് ബോസിന്റെ ലീലാവിലാസങ്ങൾ. ഒരുപാട് പ്രേക്ഷകർക്കിടയിൽ ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സീസൺ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അവസാനം വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു എന്ന് പറഞ്ഞാലും ഇപ്പോൾ കുറെ പേരെ ഇതിനായി ബിഗ് ബോസിനകത്ത് ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വെളിയിലൊക്കെ സംസാരം വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെ ക്രൂ മെമ്പേഴ്സിനെ ഒരുപാട് പേരെ മാറ്റി പുതിയ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ തുടക്കം എന്നാണ് പറയുന്നത്. പുതിയൊരു തുടക്കം എന്ന നിലയിലേക്കാണ് ഇത് വരുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാലും കുറെ PR ടീംസിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഇവിടുത്തെ ആൾക്കാർ കയറിപ്പോകുന്നത്. കുറെ പേര് ഇപ്പൊ നേരത്തെ തന്നെ ലിസ്റ്റിലൊക്കെ വന്നവരും ഞങ്ങൾ ഉറപ്പായിട്ട് കാണും എന്നുള്ള സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഉറപ്പ് കൊടുത്തവരുണ്ടല്ലോ. ആ ഉറപ്പ് കൊടുത്തവരൊക്കെ ഇപ്പോഴേ ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് PR ടീംസിനൊക്കെ കാശ് കൊടുത്തിട്ട് കയറിപ്പോവും. എന്നിട്ട് അവരവിടെ എന്തെല്ലാം തരികട കാണിച്ചാലും ഈ പറയുന്ന ഈ ലാലേട്ടൻ ഉൾപ്പെടെ, ഞാൻ കുറ്റം പറയുമല്ല, ഈ ഷോയെ കുറിച്ചാണ് പറയുന്നത്. അല്ല ലാലേട്ടന്റെ വേറെ സിനിമയെ കുറിച്ചോ കാര്യങ്ങളെ ഈ ബിഗ് ബോസ് എന്ന ഷോയെ കുറിച്ചാണ് പറയുന്നത്. ഈ ലാലേട്ടൻ പോലും അവിടെ ചോദിക്കാറില്ല ഈ പ്രേക്ഷകർ ചോദിക്കാനുള്ള പല കാര്യങ്ങളും. പ്രേക്ഷകരുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ പറയും. പ്രേക്ഷകൻ ചോദിച്ചു, ഇന്ന കാര്യങ്ങൾ ചോദിച്ചു, ഇന്നത് ചോദിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രേക്ഷകരിന് ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അല്ല ഈ ചോദിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ എവിടെന്നെങ്കിലും എന്തെങ്കിലും കൊടുക്കും. അപ്പൊ ആ എപ്പിസോഡിനെ പറ്റിയോ അല്ലെങ്കിൽ ആ എപ്പിസോഡിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. നമ്മളെ പോലുള്ള പ്രേക്ഷകരും ഇത് കാണുന്ന റിവ്യൂ ചെയ്യുന്നവർക്ക് എല്ലാം അറിയാം ഈ നമ്മുടെ മനസ്സിലുള്ളത് ഇതായിരിക്കണം ലാലേട്ടൻ ചോദിക്കേണ്ടതെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പം അത് ചോദിക്കത്തില്ല. അപ്പം ഫേവറായിട്ട് പോകുന്ന എപ്പിസോഡുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് സീസണുകളിലും കണ്ടിട്ടുണ്ട്. അതിനൊരു ഫേവറിസം ഇല്ലാത്ത ഒരു ബിഗ് ബോസ് ആയിരിക്കും ഇപ്രാവശ്യം എന്ന് നമുക്ക് തോന്നുന്നു. ക്രൂ മെമ്പേഴ്സിന് ഇപ്പോൾ ഒരുപാട് നമുക്കറിയാം, അതിനകത്ത് ഇപ്പൊ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഒരുപാടൊക്കെ സംസാരമൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഇന്നയാളെ സഹായിക്കുന്നു, നേരത്തെ PR ടീമിനെ വർക്ക് ചെയ്ത് വെച്ചിട്ട് PR ടീംസ് അവർ എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാലും അവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നു. ഓക്കെ, അപ്പം കഴിഞ്ഞ വട്ടത്തെ സീസൺ വിജയമായിരുന്നോ എന്ന് ചോദിച്ചാൽ വിജയമാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല, വൻ പരാജയമായിരുന്നു. അതിന് മുമ്പത്തെ സീസൺ പരാജയമായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും പരാജയമായിരുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ സീസൺ കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ സീസണുകളും, സീസൺ 4 കഴിഞ്ഞതിന് ശേഷമുള്ള സീസൺ രണ്ടും ഫ്ലോപ്പ് ആയിരുന്നു. വിജയമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ TRP ഇത്രയുണ്ട് അത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്കിടയിൽ അതൊരു പരാജയമായിരുന്നു. പ്രേക്ഷകർക്കിടയിലും ഈ ബിഗ് ബോസ് കാണുന്നവരിലും കുറവുകൾ ഉണ്ടാക്കി, വേറൊന്നും കൊണ്ടല്ല. ഇങ്ങനെയുള്ള ഫേവറിസം നടക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട്. അത് ആദ്യം മുതലേ ഇപ്പം ഒന്നാമത്തെ സീസൺ രണ്ടാമത്തെ സീസൺ കഴിഞ്ഞാൽ പിന്നുള്ള സീസണുകളിലെല്ലാം നമ്മൾ നോക്കിയാൽ അങ്ങനെ ഒരു ഫേവറിസം തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ബിഗ് ബോസ് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഈ ട്രെയിലർ ഇറങ്ങിയത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഈ ട്രെയിലറിൽ കാണിക്കുന്നത് പോലെ തന്നെ ഈ ട്രെയിലറിൽ കാണുന്നത് പോലെ ആയിരിക്കണം മുന്നോട്ടുള്ള പോക്കുകളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബിഗ് ബോസിനകത്ത് നമ്മളെ ചിലതൊന്നും ലൈവ് നമ്മൾ കാണിക്കത്തില്ല. അവർ തന്നെ സെലക്ട് ചെയ്ത് തലേ ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ അവർക്ക് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്യാം. അപ്പൊ ഒരുപാട് ഇതിനകത്ത് പോയവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ പല സീക്വൻസസും കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിന് പകരം ഹിന്ദിയിലൊക്കെ ക്യാമറകൾ 24 അവർ അപ്പം നടക്കുന്ന ക്യാമറകൾ കാണിക്കുന്ന പോലെ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. അത് വിജയമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ അതുപോലെ തന്നെ
ഇപ്പം വീട്ടിൽ നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരെ കാണണം, വീട്ടുകാരുമായിട്ട് സംസാരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ലൈവായിട്ട് കാണിക്കണം. അതായത് അതിനകത്ത് വെട്ടും കുത്തും ഒക്കെ നടത്തി, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റൂമിന്റെ പടം മാത്രം കാണിച്ച് അങ്ങനെ വെച്ചിട്ട് അവസാനം ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം പല ചിന്തകളിലാണ്. അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തോ, എന്തെങ്കിലും സത്യങ്ങൾ പറഞ്ഞു കൊടുത്തോ എന്നൊക്കെ തോന്നാം. ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നിടത്തോളം അതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് സംസാരത്തിനൊക്കെ ഇടയാക്കിയത്. അതുപോലെ തന്നെ എത്ര മില്യൺ കണക്കിന് ഫോളോവേഴ്സുമായിട്ട് നമുക്ക് ഈ സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മില്യൺ കണക്കിന് ഫോളോവേഴ്സുമായിട്ടൊക്കെ വന്നവരൊക്കെ വെറും 15-20 എപ്പിസോഡ് ആകുമ്പോൾ പുറത്തായവരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ മില്യൺ കണക്കിന് ഫോളോവേഴ്സിനെയും കൊണ്ട് വരുന്നവരെയൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെളിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരെ ഞങ്ങൾ എന്ത് കാണിച്ചാലും അവർ പുറത്താക്കത്തില്ല എന്നൊരു ധൈര്യം. ആ ധൈര്യമാണ് അവർക്ക് പ്രചോദനമാകുന്നത്. അവർക്ക് എന്തും അവിടെ ബിഗ് ബോസ് ഹൗസിൽ കാണിക്കാന്നുള്ളത്. അതാണ് കഴിഞ്ഞ സീസണിൽ വൻ പരാജയത്തിന് കാരണമായത്. അതുപോലെ തന്നെ ഇപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ, അവിടെ ഒരു കണ്ടസ്റ്റൻസിന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ തന്നെ ആ കണ്ടസ്റ്റൻസിന്റെ കൂട്ടുകാരെ ആയിരിക്കും അടുത്തത് കയറ്റിവിടുന്നത്. എന്നുവെച്ചാൽ അവരെ പോയി ഉപദേശിച്ച് റെഡിയാക്കാൻ. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ആരെയും പ്രത്യക്ഷമായിട്ട് കുറ്റപ്പെടുത്തുമൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, എനിക്കിപ്പോ പുറത്തു പോകണം, എനിക്കിപ്പോ പോയേ പറ്റൂ, എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് എന്തോ പിടിച്ച് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തുന്ന പോലുള്ള തോന്നലൊക്കെ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പലരുടെയും പല സീസണുകളിലും ഈ പോകണമെന്നുള്ളവരെ ഇറക്കി വിടണമെന്നേ, പോകുന്നവരൊക്കെ പോട്ടെന്ന് നിൽക്കണം. അത് കഴിഞ്ഞിട്ടുള്ള സീസണൊക്കെ അത് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രേക്ഷകർക്കിടയിൽ ഇതിനൊരു വിശ്വാസ്യത ഉണ്ടാവത്തുള്ളൂ. ഇനി അകത്ത് പോയി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പോകണം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ബഹളം വെക്കുക, അല്ലെങ്കിൽ വീടിന്റെ മേളിൽ കയറിയിരിക്കുക, അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല, ഞാൻ തിന്നത്തില്ല, കുടിക്കത്തില്ല, ഇതൊക്കെയാണ് സംസാരിക്കുന്നത്, ഇതൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുക. അപ്പൊ ബിഗ് ബോസ് ഒന്നുമല്ല, ഞങ്ങളാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്താ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്തും പറയും, ഞങ്ങൾക്കിങ്ങനെ പറഞ്ഞാലും ഞങ്ങളെ പുറത്തു വിടത്തില്ല എന്നുള്ള ധൈര്യം ഇവർക്കെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പം അതും ഇതിലൊന്ന് പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നല്ലൊരു സീസൺ ആവട്ടെ. ഒരുപാട് സീസണുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 4ാമത്തെ സീസൺ കഴിഞ്ഞത് പിന്നെ 2 സീസണും വൻ പരാജയമായിരുന്നു. അതുകൊണ്ട് ഈ സീസണെങ്കിലും വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാലൊന്നും ഹിന്ദിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഇപ്പൊ അധികം പ്രേക്ഷകർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഈ കാണിക്കുന്ന കാട്ടകങ്ങളാണ്. ബിഗ് ബോസിനെയും പ്രേക്ഷകരെയും ഒക്കെ വെല്ലുവിളിക്കുന്നത് പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറക്കി വിട്ടോ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ അതിനെ ഇറക്കി വിടേ, എനിക്ക് യാതൊരു വിഷയമില്ല, എനിക്ക് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളം വയ്ക്കുക, മറ്റുള്ളവരോട് അങ്ങ് തട്ടിക്കേറുക. ഇതൊക്കെ ആ പാവം പിടിച്ച കുറച്ച് പേര് അതിനകത്ത് വരും. കളിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ബിഗ് ബോസ് എന്ന ഗെയിം എനിക്ക് കളിക്കണം, എനിക്ക് വിൻ ചെയ്യണം എന്ന് വിചാരിച്ച് വന്ന് കളിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയും കൂടെ വെളിയിൽ നിന്ന് PR ടീമിനെ ഉൾപ്പെടെ എല്ലാ ക്രൂവിനെയൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന കുറെ ആൾക്കാർ, അവരെല്ലാരും കൂടെ വന്നിട്ട് അവിടെ അവരെയും കൂടെ അങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവരുടെ കളി നശിപ്പിച്ച് ഇവരാണെങ്കിൽ ഒട്ട് ഗെയിം കളിക്കത്തുമില്ല, അവരെ കൊണ്ടിട്ട് കളിപ്പിക്കത്തുമില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് സീസണുകളിൽ. എന്തായാലും ഇനി അങ്ങനെ ഒരു സീസൺ ഒന്നും അതായത് നല്ല ഡീസന്റ് ആയിട്ട് നേരെ ചെറിയുള്ള ഒരു സീസൺ ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങൾ ആഗസ്റ്റിലാണ് ഇത് തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടുവാണെങ്കിൽ തന്നെ അത്രയും കൺഫേം ആണെങ്കിൽ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ഇതിനെ വ്യക്തമായി തന്നെ ഈ ബിഗ് ബോസ് എന്ന ഷോ കണ്ട് 24 അവർ ആ ഷോ കണ്ട് വിലയിരുത്തുന്നത് കൊണ്ടും ആണ് ഈ അഭിപ്രായം പറയുന്നത്. അതായത് ആഗസ്റ്റ് മാസം 3-ാം തീയതിയോ 4-ാം തീയതി എങ്ങാണ്ട് ഇത് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വെളിയിൽ വരുന്ന റിപ്പോർട്ട്. എന്തായാലും അടുത്തൊരു ബിഗ് ബോസ് സീസൺ 7 എന്തായാലും ഒരു വിജയമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉറപ്പായിട്ടും ബിഗ് ബോസിന്റെ അപ്ഡേഷൻസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.